സംവിധായകനാണ് DS സുരേഷ് ബാബു സാറ്. അപ്പോൾ സാറ് 2024 DNA ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ സാറ് കഴിഞ്ഞ പ്രസ് മീറ്റിൽ പറയുന്നുണ്ടായിരുന്നു ഒന്ന് രണ്ട് സിനിമകൾക്ക് ശേഷം ഈ ഒരു സിനിമ ഉപേക്ഷിക്കും, സിനിമാ ഫീൽഡ് തന്നെ ഉപേക്ഷിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സാറിൻ്റെ സിനിമയിലൂടെ വന്ന നായിക എന്ന നിലയിൽ എന്താണ് അഭിപ്രായത്തെക്കുറിച്ച് പറയാനുള്ളത്? എങ്ങനെ വിചാരിച്ചാലും സിനിമ അദ്ദേഹത്തെ ഈ പറഞ്ഞ മാറ്റി നിർത്തുകയാണോ. ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഞങ്ങളുടെ സിനിമയാണെങ്കിലും അന്ന് സാർ ചെയ്തേക്കുന്നത്. സോ തീർച്ചയായും ഇവിടെ തന്നെ ഉണ്ടാവും. കാരണം അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള അത്രയും ഹിറ്റ് സിനിമകൾ ചെയ്ത സംവിധായകനല്ലേ. വേറെ DNA എക്സ്പീരിയൻസും ഈ പറഞ്ഞ പോലെ ഭയങ്കര രസമാണ്. കാരണം അതൊരു സസ്പെൻസിലുള്ള സിനിമയാണ്. അതിൻ്റെ എല്ലാ മൂഡിലും ഈ സിനിമ തിയേറ്ററിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. DNA സിനിമയിൽ അഭിനയിക്കുമ്പോൾ നിങ്ങൾക്ക് പോലും ഏത് രീതിയിലാണ് കഥ സഞ്ചരിക്കുന്നതെന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങളിൽ പോലും ഒരു സസ്പെൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സംവിധായകൻ അത് മനഃപൂർവ്വം ചെയ്തതാണോ? അതെ അതെ, അത് ഈ പറഞ്ഞ പോലെ ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴാണ് ഓക്കെ ഇപ്പോൾ കുറച്ച് സസ്പെൻസ് എലമെൻ്റ് ഉണ്ട്. ആ സസ്പെൻസ് എലമെൻറ്റ് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ആർട്ടിസ്റ്റുകളിൽ നിന്ന് പറയാൻ ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തിയേറ്ററിൽ നമുക്ക് റിലീവ് ആകുന്നുണ്ട്. അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ DNA സിനിമ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഉദയനാണ് താരം സിനിമയിൽ ശ്രീനിവാസൻ ലാസ്റ്റ് ഇരുന്ന് കാണുന്ന പോലത്തെ ഒരു പ്രതീതിയാണോ കിട്ടിയത്? കാരണം എന്താണ് അടുത്തതെന്ന് അറിയില്ലല്ലോ, അങ്ങനെയാണോ? അത് ഈ പറഞ്ഞ പോലെ ഞാൻ എല്ലാ സിനിമകളും ഞാൻ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഞാൻ റിവ്യൂ ഇങ്ങനെ കാണാറില്ല. ഞാൻ ഇങ്ങോട്ട് നോക്കി അഭിനയിക്കുന്ന ആർട്ടിസ്റ്റും അല്ല. അപ്പോൾ എന്ന് വെച്ചാൽ തിയേറ്ററിൽ നിങ്ങളുടെ പ്രേക്ഷകർ എങ്ങനെയാണ് സിനിമ കാണുന്നു അതേ രീതിയിൽ തന്നെയാണ് ഞാനിരുന്ന് കാണുന്നത്. അത് ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ്. സാറ്റിസ്ഫൈഡ് ആണോ കംപ്ലീറ്റ്ലി? എനിക്ക് പ്രേക്ഷകർ തീരുമാനിക്കുകയാണ്. കാരണം അവരുടെ കയ്യിലാണ് നമ്മൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. ഇനി പറഞ്ഞ പ്രേക്ഷകർക്ക് ഏറ്റെടുക്കാനുള്ളതാണ്. ഓക്കെ, താങ്ക് യു.